ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പത്തിനൊപ്പം ചപ്പാത്തിക്കൊപ്പം പുട്ടിനൊപ്പം ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് 8 മണിക്കൂറോളം കുതിർത്ത വെള്ളക്കടലയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി കടല വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4-5 വിസിൽ വരുന്നിടം വരെ കുക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ളതാണ്, അതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചവയ്ക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനകത്തോട് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ഒരു 10-25 കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അല്പം കൂടെ ടേസ്റ്റ് കൂടുതലാണ്. എൻ്റെ അത്രയും കുഞ്ഞുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പകുതി സവാളയിലും പകുതി കുഞ്ഞുള്ളിയിലും വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മളുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരട്ടെ. സ്വല്പം ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വാടി വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിപ്പമുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തുള്ള ചേരുവകളെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല വേണം. അപ്പോൾ അതിന് കുറച്ച് പൊടികളൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് മാതിരി ഒന്ന് ആക്കിയെടുക്കണം. ഇങ്ങനെ നമ്മൾ മസാലകളൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകുന്നില്ല. കാരണം അതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ പൊടികളൊന്നും കരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മളുടെ ആ മസാലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ മസാലയൊക്കെ ആ പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ കാണുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചപ്പൊക്കെ മാറുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തില കയറി വരണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മുടെ പൊടികളുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ നല്ലതുപോലെ നമ്മൾ ഗ്രേവിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പം കസൂരി മേത്തി നമ്മളിങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുമ്പം ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് നമ്മളുടെ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അവസാനമായിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ടേ. അപ്പം, പുട്ട്, ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിനും തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കൂട്ടാക്കിയേക്കണേ. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം ഉടനെ കാണാം. അതുവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറന്നു പോകരുതേ. ബൈ.